കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ഷവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ഷവർമ്മയായിരുന്നു. ഈ ആക്രമണം ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവരുടെ പേര് ഹിന്ദു എന്നാണ്. ഇത് പറഞ്ഞ ആളാരറിയോ? കേസരി മുഖ്യ പത്രാധിപർ NR മധു, അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് പേര് ഇതിൽ കേട്ടത്. ഇത് കേട്ട് ഞാന് കുറെ ചിരിച്ചിക്കണ്. നമ്മൾ കേരളം വിട്ടാൽ എന്താണ് അവസ്ഥ? ഈ കോലങ്ങളല്ലേ നിങ്ങൾ നോക്കണിങ്ങള്. ഇതല്ലപ്പോ ഇതിപ്പോ ഡൽഹിയുടെ ഇതിലാണിപ്പത്. നമ്മൾ ഇന്ത്യയിലെ തലസ്ഥാന നഗരമായിരിക്കുന്ന ഡൽഹിയിലുള്ള കാഴ്ചനിപ്പ് കാണുന്നത് നോക്കണെങ്കിൽ. അതിന്റെ ഉള്ളിൽ കുറെ കുഞ്ഞുങ്ങളുണ്ട്, അത് കുറെ കുട്ടികളൊക്കെ അതിനെ നടക്കണം. ഇവരാണ് നമ്മളെ കേരളത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഈ ഹാദി ഓരോന്ന് വന്നിട്ടുള്ളത്. ഷവർമ്മ കഴിച്ചിട്ട് അതും മരിച്ചത് മുഴുവൻ ഹിന്ദുക്കളാണെന്ന്. അല്ലത് പറയാനും ആണല്ലേ ഒരു തുലിക്കെട്ടി വേണ്ടേ ഇവൻക്കൊക്കെ. ഓരോരോ ജന്മങ്ങള്.